സോ ഗൈസ് അനഗെയിൻ നമ്മൾ വന്നേക്കാണ് നമ്മുടെ സാനാട്രീസിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട്. നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഗൈസ് നമ്മളിന്ന് കളിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ വീഡിയോ കാണാത്തവർ പോയി കാണുക ഗൈസ്. അപ്പോൾ ആ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഗൈസ് ഇന്ന്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളിങ്ങനെ സിസർ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടായി. ആൾക്ക് ബല്ലാസ് ഗാങ്ങിനോടുള്ള ഒരു റിവെഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ബിഗ് സ്മോക്കിനെ കൊല്ലാനാണ് ഈ സിസർ നമ്മുടെ കൂടെ കൂടിയത്. നമ്മളും ബല്ലാസ് ഗാങ്ങിനെ തീർക്കാൻ വേണ്ടി തന്നെയാണ് ഗൈസ് വന്നത്. പിന്നെ സ്വീറ്റ് നമ്മുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആൾ ഇന്ന് ഇവിടെ ഇല്ല. ഗ്യാങ്ങിനത്തെ കാര്യത്തിന് ആൾ പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ ആൾ ഇന്ന് ഇവിടെ ഇല്ല ഗൈസ്. നമ്മളെന്തായാലും ഗ്രോ സ്ട്രീറ്റിനെ കൊല്ലണ ആ ഒരു ബിഗ് സ്മോക്കിൻ്റെ ഗ്യാങ്ങായ ബല്ലാസ് സാൻഫിയറോയിൽ എവിടെയോ വന്നിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അവരെ തപ്പി പോകണമായിരുന്നു നമുക്ക്. സിസർ വരിയില്ലെന്നാണ് പറഞ്ഞു, പക്ഷേ സിസർ ഇന്ന് വന്നിട്ടുണ്ട് ഗൈസ്. വരാത്തത് നമ്മുടെ സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകണം ഗൈസ്. സാൻഫിയറോയിലാണ്, ഒരു ട്രിപ്പ് പോലെയാണ് ഗൈസ് ഇത് പോണത്, ചുമ്മാ ഒന്ന് അങ്ങോട്ട് പോവല്ല. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മൾ അതിനായിട്ടുള്ള വണ്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ജീപ്പാണ് ഗൈസ് എടുത്തത്, ഒത്തിരി ഉണ്ടല്ലോ, അപ്പോൾ അതിനായിട്ടാണ് ഗൈസ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ അതേ കറങ്ങിത്തിരിഞ്ഞ് കുറേ ഏകദേശം സിറ്റിയുടെ നടുക്ക് വരെ എത്തിയിട്ടുണ്ട്. നമ്മളിനി മൗണ്ട് ചില്ലാട് എന്ന് പറയുന്ന ഒരു മലയില്ല, അവിടെ കൂടെ പോകാനാണ് ഗൈസ് ഉദ്ദേശിക്കുന്നത്. സിസർ ആ ഒരു സ്ഥലമൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ ആൾക്കാരൊന്ന് കാണുകയും ചെയ്യാം ഓർത്തിട്ടാണ് ഗൈസ്. എന്തായാലും ഒത്തിരി ലോങ് ട്രിപ്പാണ് ഗൈസ്, അപ്പം അതൊക്കെ കണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഗൈസ്. നമ്മൾ നൈറ്റ് പോകാമെന്നും പറഞ്ഞാണ് ഇരുന്നത്, പക്ഷേ ഇതന്നെ നൈറ്റ് നമുക്ക് പോകാൻ പറ്റിയില്ല. കാരണം നൈറ്റ് CJ നൈസായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിപ്പോയി ഗൈസ്. പിന്നെ നൈറ്റ് പോകണ കാര്യത്തെ പറ്റി സീറ്റും വിളിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല നമ്മളോട്. അപ്പോൾ അതുകൊണ്ട് നൈറ്റത്തെ നമ്മുടെ ഒരു പോക്ക് മൂഞ്ചിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി രാവിലെയാണ് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം 12 മണി കേസ്, ഉച്ചയ്ക്ക് 12 മണിയായി. അപ്പോൾ നല്ല ടൈം എടുത്ത് കേസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം, ഇനിയിപ്പോൾ താമസിച്ചിട്ട് കാര്യമില്ല. എൻ്റെ പേടി അതല്ല, ഇനി അവന്മാരവിടെ ഉണ്ടാവുമെന്ന്. അവന്മാരെങ്ങാനും മുങ്ങിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടും കേസ്. അങ്ങോട്ട് അത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് അവന്മാരവിടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മളാരായി. 2000 years later. ഗൈസ് ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം നല്ല നൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ നല്ല മഞ്ഞും വന്ന് ഗൈസ്, കോടമഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി, വണ്ടി ഭയങ്കര സ്ലോയിലാണ് ഗൈസ് പോണത്, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ആയിട്ട് ഞാൻ പണ്ട് ഒന്ന് താമസിച്ചൊരു സ്ഥലമുണ്ട് ഗൈസ്, നല്ല രസമുള്ള സ്ഥലമാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് കയറി ഇന്നത്തെ ഒരു ഡേ അവിടെ സ്പെൻഡ് ചെയ്യാൻ ഗൈസ്, ഇല്ലേ പണി കിട്ടും. മൗണ്ട് ചില്ലാട് വഴി പോകണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, ആളെ കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ വണ്ടിക്ക് ചെറിയ പണിയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഷോർട്ട് കട്ട് പിടിച്ച് വന്നതാണ്. ഓ ഷിറ്റ്, ഈ വണ്ടി എപ്പോൾ നിന്നു എന്ന് പറയാൻ പറ്റില്ല, കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് കേട്ടിട്ടുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ നേരെ ഈ വഴി പിടിച്ചത്. നല്ല പാടാണ് കേട്ടോ, ഇന്നും തന്നെയാൽ മതി ഗൈസ്, നേരെ താഴത്ത. ഇത് ലോസ് ആൻഡോസ് അല്ല ഗൈസ്, ഇതൊരു പൊക്ക പ്രദേശമാണ്, ഒരു എന്താ മലയും അങ്ങനെയുള്ള സ്ഥലമാണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം താമസിക്കാനുള്ള സ്ഥലം ഗൈസ്. ഇവിടെ ഓൾറെഡി ചില്ല് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ, ബൈക്കുണ്ട്. പിന്നെ നമുക്ക് ഈ വീട്ടിലാണ് താമസിക്കേണ്ടത്. ഓ ആൾക്കെന്തോ പറ്റി, എന്നാ പറ്റിയടാ സിസറേ? വണ്ടി എടുത്ത് മാറ്റടോ. അയ്യോ ഗൈസ്, ആള് വണ്ടിക്കടി പെട്ടുപോയി ഗൈസ്. എണീറ്റ് അടി ഓടിഞ്ഞാ തോന്നുന്നു. കയറണേടോ, പോഴാ കയറണ്ട, ഇറങ്ങ്. ഓക്കെ, നമ്മൾ ഈ വീട്ടിലാണ് ഇന്നത്തേക്കൊന്നും താമസിക്കാൻ പോകണം. ഇവിടെ ബെഡും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു സ്നൈപ്പർ മാത്രമുണ്ട്. ഓക്കെ, ഈ സ്നൈപ്പർ വെച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ അപ്പോൾ ഇന്നത്തെ രാത്രി ഇവിടെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം ഗൈസ്. ഇപ്പം എന്തായാലും ഏകദേശം 7 മണിയോ 8 മണി 9 മണിയായിട്ടുണ്ട് ഗൈസ്. 9 ഇപ്പോൾ 10 ആവും, 9:56, ഇപ്പോൾ 10 മണിയാവും. അപ്പോൾ വെളുപ്പിനെ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ നമുക്ക് ഇന്നിവിടെ കിടന്ന് ഉറങ്ങണം, നാളെ രാവിലെ കാണാം. ഓ ഗൈസ്, പിന്നെ നമ്മൾ രാവിലെ ഇങ്ങനെ എണീറ്റ് വന്നിരിക്കുകയാണ്. എൻ്റെ മോനെ, ആ വ്യൂ നോക്ക് നിങ്ങൾ, ഒരു രക്ഷയില്ല. ഇത് അടിപൊളി വ്യൂ ആണെന്ന് നോക്കി. ഓഹ് നമ്മുടെ സിസർ ഇവിടുന്ന് അടിപൊളിയെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്ന്, ഇപ്പം 6 മണിയായി കേട്ടോ വെളുപ്പിന്. നല്ല വ്യൂ. ഗെയിം ആ ഒരു സമയത്ത് ഇവർ ഉണ്ടാക്കിയേക്കണം, സമ്മതിക്കണം ഗൈസ്. പിന്നെ നമ്മൾ ഏറെ ഗ്രാഫിക്സ് മുടക്കി ഇട്ടിട്ടുണ്ട്, പക്ഷെ വ്യൂ തന്നെയല്ലേ ഗൈസ്, വ്യൂ ഗെയിമിൻ്റെ തന്നെയാണ്.
ഇവിടെ നിന്ന് നോക്കി എങ്ങനെ ഇരിക്കും? ഓ, അത് സാൻഫിയാറോ എയർപോർട്ടാണ് ഈസാ കാണുന്നത്. ഒത്തിരി അടിയിലായിട്ടാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ജീപ്പ് ദേ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് നേരെ ജീപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു ഈസ് രാവിലെ. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാത്രി ഒന്ന് എണീറ്റായിരുന്നു സിജെ. ആ സമയത്ത് വന്ന് ജീപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്. പ്രത്യേകിച്ചൊന്നുമില്ല ഈസ്, എൻജിൻ ചൂടായതിൻ്റെ എന്തോ ഒരു വിഷയം പെട്ടെന്ന് ഇങ്ങനെ വന്നതാണ്, എൻജിൻ ഹീറ്റായതിൻ്റെ. അത് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോവാം ഗൈസ്. ഈ മല ഇറങ്ങാൻ നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് രാവിലെ ഉണ്ട് കണ്ട, മേഘമൊക്കെ ഇങ്ങനെ തട്ടി നിൽക്കും. എന്തേ കണ്ടോ, നല്ല രസമുണ്ട് ഗൈസ്. ഓ അടിപൊളി, ഒരു പ്രത്യേക ഫീലാണ് ഗൈസ് കണ്ട ഈ മേഘത്തിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഓടിക്കാൻ. ഇതൊക്കെ റിയൽ ലൈഫിൽ സംഭവിക്കണം എൻ്റെ പൊന്നെ, എന്ത് അടിപൊളിയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഇത് പക്ഷേ നല്ല ഫീല് കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ആക്സിലറേഷൻ ഒന്നും കൊടുക്കണ്ടേ, വെറുതെ വിട്ടേക്കുക, വണ്ടി കൺട്രോൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, റോട്ടിലെത്തി. അയ്യോ, ബ്രേക്ക് ഇടാം. ആ ഓക്കെ, ഇനി നമുക്ക് നേരെ സാൻഫിയാറോയിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ സാൻഫിയാറോയുടെ മെയിൻ എൻട്രൻസ്. അതായത് വേറെ സിറ്റിന്നൊക്കെ സാൻഫിയാറോയിലേക്ക് വരുന്ന ആ ഒരു സ്ഥലമാണ് ഈസ്. ഇതാണ് സാൻഫിയാറോ എന്ന് പറയുന്ന ഒരു സിറ്റി. കുറേ ഉണ്ട് ഈസ് ഇവിടെ കാണാനും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ആ ബല്ലാസൊക്കെ ഇങ്ങനെ തപ്പണം, എവിടെയാണെന്ന് കൃത്യസ്ഥലം. ഇങ്ങനെ തന്നെ തിയാടിയത് ഡോ, ഇയാളെന്ത് പൊട്ടനാണ് ഈസ്. ഇത് പുള്ളി ഡോ 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 ഡോ. ഗൈസ് സിസർ അങ്ങോട്ട് ഓടിക്കട്ടെ, എന്താ കാര്യം എന്നൊന്നും നമുക്കറിയത്തില്ല. ആൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഗൈസ്. നീ ഇയാൾ വല്ല സ്വപ്നം കണ്ട് മേടിച്ചതാണ് വണ്ടിക്കകത്ത് കിടന്ന്. ആള് നല്ല ഉറക്കമായിരുന്നു. ഇനി അതിൻ്റെ കാലമാണോ ഗൈസ്? ഇങ്ങേർക്ക് നല്ല സ്പീഡാണ് കേട്ടോ. ഡോ ഡോ സിസറേ ഡോ. ഗൈസ് ദേ നമ്മുടെ സിസർ ആളെന്തോ സ്വപ്നം കണ്ട് മേടിച്ച് ഓടിയതാണ് ഗൈസ്. നമ്മൾ ഇത്രയും ഓടിയിട്ടാണ് പുള്ളിക്കാരൻ്റെ ബോധം തിരിച്ച് കിട്ടിയത്. അവിടോ പോഴ ഇങ്ങേരെയൊന്നും കൊണ്ട് ഒരു സ്ഥലം വരെ വരാൻ പറ്റിയില്ല ഗൈസ്. നമ്മുടെ വണ്ടി അവിടെ, നമ്മുടെ ഈ സാൻഫിയാറോയുടെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞതും പുള്ളി ഒരൊറ്റ ചാട്ടമായിരുന്നു വണ്ടി എടുത്ത്. ഓ, നമ്മുടെ വണ്ടി അങ്ങ് ലോങ്ങിൽ നിങ്ങൾ കാണണ്ട. അതാണ് അവിടെ ജീപ്പ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീപ്പൊന്നും അല്ല, സിജയുടെ ഒരു ഫ്രണ്ടിൻ്റെ ജീപ്പാണ് ഗൈസ്. അവൻ്റെ ഇന്ന് വാടകയ്ക്ക് എടുത്ത്. ഡാ എൻ്റെ ജീപ്പ് കൊണ്ട് കൊതിക്കാതെ നീ ഒന്ന് ആടോ വന്ന് കയറ് പോഴൻ. ആളെന്തോ സ്വപ്നം കണ്ട് പേടിച്ചാണ് ഗൈസ്. ഓക്കെ, ഇനി സാൻഫിയാറോനെ പറ്റി പറയാം. ഇതാണ് ഗൈസ് നമ്മുടെ സാൻഫിയാറോ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, പക്ഷേ ഇവിടെ ഒത്തിരി കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോസിലായിട്ട് കാണാം. നമുക്കിപ്പോൾ താമസിക്കാൻ തന്നേക്കുന്ന സ്ഥലം, ഇവിടെ ഒരു വീടുണ്ട് ഗൈസ് നമ്മുടെ. നമ്മളോട് പറഞ്ഞ വീട് ഇതാണ് ഗൈസ്. ഇത്തിരി ലോങ്ങിലാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നേരെ ആ വീട്ടിലോട്ട് പോവാം. ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇങ്ങേരി ഇതിനകത്ത് ഇരിപ്പുണ്ട്, അത് ചാടിപ്പോയേ. ഉണ്ട്, അതിനകത്തുണ്ട്, ഇരിപ്പുണ്ട് കൊച്ചു കള്ളൻ. അയ്യോ, ഇവിടെയുള്ള ഗ്യാങ്സ് ഒന്നും നമ്മളെ വെറുതെ വിടുന്നു തോന്നുന്നില്ല ഗൈസ്. വെടിവെക്കുന്നുണ്ട്. എനിക്ക് തോന്നുമാരെ ബല്ലാസ് പറഞ്ഞ് ഏർപ്പാടാക്കിയതായിരിക്കും. ദിസ് ഈസ് അവർ ഹൗസ്. ഇവിടെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഗാരേജിലേക്ക് കയറ്റിയിടാം. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്നത് ആ വീടല്ലേ? കാരണം നമ്മളവിടെ ചെന്നപ്പോൾ ചെറിയൊരു പണി നമുക്ക് കിട്ടിയിട്ടുണ്ടായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കയറി വണ്ടി ഗാരേജിലൊക്കെ കയറ്റിയിട്ട് വാതിൽ തുറന്ന് അകത്തി ചെന്നപ്പോൾ അവിടെ 3-4 പേര് ഇരിക്കുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇല്ല, ഈ സിസറിന് ഇതിനകത്തിൻ്റെ വട്ടാണ്. അയ്യോ, അവനെ കൊന്ന്. ഇയാൾക്ക് ഈ ഗ്യാങ്ങിനെ ആരെയും ഇഷ്ടമല്ല. എനിക്ക് ഒരു ഗ്യാങ്ങിനെ ഇഷ്ടമല്ലേ? ഇല്ല, എനിക്ക് ഇഷ്ടമല്ല സീരി. ഗ്യാങ് എന്ന് പറഞ്ഞാൽ എനിക്ക് അലർജിയാണ്. അയ്യോ, അവന്മാർ വെടിവെക്കും. നമ്മളവരെല്ലാത്തിനെയും തീർത്ത് സിങ്ങേരി കാരണം മൊത്തം വള്ളി പിടിച്ച് തരാനായിട്ട് അടുത്ത് പുറകില്ല. ഇനി ആരാടോ? ഇയാൾക്ക് എന്തോ വട്ടുണ്ട്. ഇയാളെ കൊണ്ട് ഇനി ഒരു സ്ഥലത്തും ഞാൻ പോകത്തില്ല. ഓക്കെ, നമുക്ക് വീടിനകത്തൊക്കെ കയറി നോക്കാം. പുറത്ത് നിന്നാൽ സേഫ് അല്ലേ?
ഓക്കെ. ഓ, ഒരു പഴഞ്ചൻ വീടാണ് കേസ്. ഇനി ഒന്ന് മറന്നുപോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ കഥ തുറന്ന് അകത്ത് കയറിയപ്പോൾ കണ്ടത് 3-4 പേര് അതിനകത്ത് ഇരിക്കുന്നതാണ്. കാരണം ആ വീട് ഓൾറെഡി വിറ്റ് കേസ്. നമ്മളാണെങ്കിൽ നാണം ഇല്ലാണ്ട് കയറി ബെല്ല് പോലും അടിക്കേണ്ട അകത്ത് കയറി ചെന്ന് മൊത്തത്തിൽ സീനായി കേസ്. പിന്നെ അവിടെ നിന്ന് ഓടി തള്ളി നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. ആ വീട് ആർക്കാണ്ട് വിറ്റ് കേസ്, പണി കിട്ടി. ഓക്കെ, നമുക്കെന്തായാലും വീട്ടിലൊന്നും നിൽക്കാൻ സമയമില്ല. കാരണം നമ്മളിന്ന് ഒരു ദിവസം താമസിച്ചാൽ വന്നത്. വീട് ഞാൻ 2-3 ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞാണ് കേസ്. ഇയാളെയും കൊണ്ട് ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. എന്നോ കയറോ പോഴേ. നമുക്കെന്തായാലും ഇവിടെ ഒരാളുണ്ട്. ആളെ കാണാനാണല്ലോ ശരിക്കും ഈ സിറ്റിയിൽ വന്നത്. അയാളെ കണ്ടിട്ട് വേണം നമുക്ക് ഈ പല്ലാസ് ഗ്യാങ് എവിടെയാണെന്ന് ചോദിക്കാം. ഓക്കെ, ആളുള്ളത് ഈ ജിമ്മിലാണ് കേസ്. ആളാ ജിമ്മിൽ വർക്ക് ചെയ്യണ ആളാണ്. ഇയാള് മൊത്തത്തിൽ പ്രശ്നമാണ് കേസ്. ഈ സിസർ ഇങ്ങനെ പണി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുവാണ്. ഓക്കെ, നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് മൂഞ്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ജിമ്മിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ആളകത്തുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും കയറി നോക്കാം. സിസറകത്തേക്കൊന്നും കയറിയില്ല കേസ്. ഇങ്ങനെ ഇത്തിരി ഇൻട്രോവേർട്ടാ പോഴെ. നമുക്കകത്തേക്ക് കയറാം. അയ്യോ, ഇതാരാണ്? ഇതന്നെ ഈ കാളയാ. കാളയുടെ തലയിട്ട് വെള്ളം മനുഷ്യ. ഓക്കെ, നമുക്ക് കാണേണ്ട ആളാണില്ല ആ ഒരു ഉടുപ്പിലെടുക്കണത്. ഈ പുള്ളി യോഗ ചെയ്യണ പുള്ളി. ചേട്ടാ മനസ്സിലായോ? മനസ്സിലായി സീജെ. എപ്പോ വന്ന്? അത് പിന്നെ കുറെ നേരമായി വന്നിട്ട്. ഞങ്ങള് ഇവിടെ വന്നിട്ട് മൊത്തം തൊല്ലയായിരുന്നു. അല്ല, പല്ലാസ് ഗാങ്ങിന്റെ കാര്യം എന്തായി? അത് സീജെ അവന്മാര് ഇവിടുന്ന് പോയല്ലോ. പോയാ? പിന്നെ ഞങ്ങൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നതിനാ? അല്ല, അത് അവന്മാരെ നമ്മള് സ്കെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അവന്മാര് മുൻകളഞ്ഞ്. അത് ശരി. അപ്പൊ ഞാനും സിസറും പൊട്ടനാ? സിസറോ? അതാരാണ്? അതെന്റെ ഇവിടെ വന്നിടത്തിനാണ്. അവന്മാര് പോയി. നമ്മൾ സ്കെച്ചിട്ടാ, പക്ഷെ നീ വന്നില്ലല്ലോ. അല്ലേ, ഞാൻ എന്നാ ചെയ്യാനാ? ഇവന്മാര് പോയത് എൻ്റെ കുഴപ്പമാണ്. താനെന്താ വിളിച്ചു പറഞ്ഞേ? നമ്മുടെ ഈ ഫോണൊന്നും ഇല്ലായിരുന്നു. ഓ, ഇങ്ങനെ ഈ ഫോണൊന്നും ഇല്ലായിരുന്നു ഈസ്. താൻ ഫോണൊന്നും കൊണ്ടു നടക്കാറില്ലേ? നീ എൻ്റെ ജോലി കണ്ടില്ലേ? യോഗയാണ് നമ്മൾ ഫോണൊന്നും കൊണ്ടു നടക്കാറില്ല. അത് ശരി. ഈസ്, ഇയാളെ സത്യം പറഞ്ഞാൽ നമ്മൾ വെടിവെച്ച് കൊല്ലേണ്ട സമയം കഴിഞ്ഞ്. അയ്യോ, ഇയാള് 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 നീ എന്നെ വിടുക്കൂടാ. നിന്നെ വെടിവെച്ച് തന്നെ കൊല്ലൂടെ ഞാൻ. ഇയാൾക്കൊന്നും വിളിച്ചെങ്കിലും പറയാമല്ലേ? ആരുടെയെങ്കിലും ഫോൺ മേടിച്ച് വിളിച്ച് പറയാമല്ലേ? ഇവിടെ തല്ലിക്കൊന്നിട്ട് ആർക്കും ഒരു കൂസല്ലേ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പുള്ളീനെ വകയൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. എടാ സിസറേ, ഒരു കാര്യമുണ്ട്. എന്താടാ? ഒന്ന് മൂഞ്ചി നമ്മള്. ആ വല്ലാസ് ഗ്യാങ് ഇവിടുന്ന് പോയെന്ന്. ഓ, ഈ സിസർ പണിയാണല്ലോ. ദേശത്തിൽ എല്ലാത്തിനെയും കൊല്ലുക. എടോ സിസറെ, ബല്ലാസ് ഗ്യാങ് ഇവിടുന്ന് പോയെന്ന്. അങ്ങേര് സ്കെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പോയെന്ന്. വിളിച്ചു പറയാൻ. എന്ത് ചെയ്യാനാ? എടാ നമ്മുടെ വണ്ടിക്കിട്ട് ഇടിക്കാടാ നീ. എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യോടോ? താനിങ്ങനെ എല്ലാത്തിനെയും കൊന്നു നടന്നിട്ട് കാര്യമില്ല. എന്നാ അയ്യോന്ന് പറ. എന്തെങ്കിലും ചെയ്യാ സീജെ. എന്താന്ന് വെച്ചാൽ ഞാൻ എന്തിനാ എല്ലാത്തിനും കൂടുതലുണ്ട്. നമ്മളെന്തായാലും ഇനി മുമ്പ് ഇങ്ങനത്തെ പണിയൊക്കെ കുറേ ആയിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. താൻ വന്ന് കയറ്. നമുക്ക് തിരിച്ച് ലോസ് ആൻഡോസിലേക്ക് പോകാം ഗൈസ്. അല്ലാണ്ട് വേറെ നടക്കില്ല. അവന്മാരെന്തായാലും ലോസ് ആൻഡോസിലേക്ക് പോയിട്ടുണ്ടാവും. വെറുതെ ഇവിടം വരെ വന്ന് വേറെ പണി ആരാണ് വിളിക്കണ്ടല്ലേ ഗൈസ് നമ്മളെ. ഹലോ, എന്നാ പറ്റി? നീ വേഗം ലോസ് ആൻഡോസിലേക്ക് ഒന്ന് നേരെ. പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? വേഗം വാ, നീ വന്നിട്ട് പറയാം. ഓക്കെ വരാം. ഗൈസ്, സ്വീറ്റാണ് വിളിച്ചത്. എന്തോ പ്രശ്നമുണ്ടെന്ന് പറയണം നമ്മുടെ ലോസ് ആൻഡോസിൽ. നമുക്ക് വേഗം അങ്ങോട്ട് എല്ലാം ഗൈസ്. അപ്പോൾ ഗൈസ്, ആ പാർട്ട് അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടിൽ അടുത്ത എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.